കോൺഗ്രസിന് ഒരു പൊതു സ്വഭാവമുണ്ട്, അത് കച്ചവടത്തിൻ്റെ സ്വഭാവമാണ്. എല്ലാം വിൽക്കാനായിട്ട് ഒരു മടിയുമില്ല. അത് യങ് ഇന്ത്യയുടെ അടക്കമുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസം, ആ ദിവസം എത്തി നിൽക്കുമ്പോഴും സീറ്റ് വിഭജനം എവിടെയും ചർച്ചയായിട്ടില്ല. അത് ആ ചർച്ചയ്ക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ ചർച്ചകൾ. പക്ഷേ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് പുറത്തു വരുന്നത് സീറ്റ് കച്ചവടം എന്നുള്ളതാണ്. കോൺഗ്രസ് ബീഹാറിലും സീറ്റ് വിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ലഭിക്കുന്ന പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഏതാണ്ട് 5 കോടി രൂപ വാങ്ങിക്കൊണ്ടാണ് കോൺഗ്രസ് സീറ്റുകൾ വിൽക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രിയൻ പറഞ്ഞത് ശരിയാണ്. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ബീഹാറിൽ നവംബർ ആദ്യവാരം നടക്കുന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പ്, എനിക്ക് തോന്നുന്നു 4-ാം തീയതിയോ 6-ാം തീയതിയോ എന്തോ ആണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ്. ആ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ മത്സരിക്കേണ്ടുന്ന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ മഹാഗഡ്ബന്ധൻ, മഹാസഖ്യം എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വാഴ്ത്തുന്ന ഈ സഖ്യത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. അവിടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല. ഇന്ന് അവസാന തീയതിയാണ്. ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് മുമ്പ് 6 മണിക്ക് മുമ്പ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരിക്കണം. നോക്കൂ, എത്ര ദയനീയമാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ മുന്നണിയുടെ അവസ്ഥ എന്ന് നോക്കൂ. അപ്പുറത്ത് BJPയും JDUവും നേതൃത്വം നൽകുന്ന NDA മുന്നണി, അവിടെയും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്, അതൃപ്തിയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും ഇത്തരം തർക്കങ്ങൾ പതിവാണ്. സീറ്റ് മോഹികൾ ധാരാളമുണ്ട്. എല്ലാവരും പൊതുപ്രവർത്തനത്തിന് വരുന്നത് നിസ്വാർത്ഥമായ സേവനത്തിനൊന്നുമല്ല. മത്സരിക്കാനും ജയിക്കാനും MLA ആകാനും MP ആകാനും മന്ത്രിയാകാനും ഒക്കെ എല്ലാവർക്കും മോഹമുണ്ട്. അതൊന്നും ഒരു തെറ്റല്ല. പക്ഷേ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ജനദ്രോഹം പ്രവർത്തിക്കരുത്, ജനങ്ങളെ കൊള്ളയടിക്കരുത്. അത് തെറ്റാണ്. അത് ഒരിക്കലും പരിഹാരമില്ലാത്ത തെറ്റാണ്. പ്രായശ്ചിത്തം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. എന്തായാലും ഇവിടെ പക്ഷേ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് ബീഹാറിൽ ഈ മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന മഹാസഖ്യത്തിന് അഥവാ ഇന്ത്യ മുന്നണിക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാം ഘട്ട വോട്ടെടുപ്പിനുള്ള ദിവസം, അതിന് സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമാണ്. ആ സമയത്ത് അതിനോട് അടുക്കുമ്പോൾ പോലും സ്ഥാനാർത്ഥി നിർണയം രമ്യമായി പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് വലിയ അസ്വാരസ്യങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ കോൺഗ്രസ് നേതാക്കൾ, ബീഹാർ PCC അധ്യക്ഷൻ അടക്കമുള്ളവർക്കെതിരെ ഈ ആക്ഷേപവും ആരോപണവും ഉയരുന്നത്. അവർ 5 കോടി രൂപ വാങ്ങി സീറ്റ് വിറ്റു എന്നാണ് അണികൾ കുറ്റപ്പെടുത്തുന്നത്. അണികൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരു ചെറിയ കാര്യമല്ല. കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ചു. ഇത്തവണ അവർക്ക് 61 സീറ്റ് കൊടുക്കാമെന്നാണ് നമ്മുടെ RJD നേതാവ് തേജസ്വി യാദവ് പറയുന്നത്. ഏതാണ്ട് അതിലേക്ക് കോൺഗ്രസിന് ഒതുങ്ങേണ്ടി വരും. കോൺഗ്രസിന് അവിടെ കൂടുതലൊന്നും ചെയ്യാനില്ല. തേജസ്വി യാദവ്, ലാലു പ്രസാദ് യാദവ്, RJD ഒക്കെ എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനത്തിന് അനുകൂലമായി നിൽക്കുക, അവരുടെ തണലിൽ നിൽക്കുക എന്നുള്ളതല്ലാതെ അവിടെ കോൺഗ്രസിന് വേറെ ഒന്നും ചെയ്യാനില്ല. കോൺഗ്രസിൻ്റെ നേതാക്കൾ അവിടെ ഈ രാജേഷ് റാം ആകട്ടെ, കൃഷ്ണ അല്ലാവരു ആകട്ടെ, ഈ 2 പേർക്കും, ഈ 2 പേരുമാണ് ഹൈക്കമാൻഡുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ബീഹാറിൻ്റെ കാര്യം നോക്കുന്ന നേതാക്കൾ. ഇവർ 2 പേരുമാണ്. ഈ 2 പേരെ സംബന്ധിച്ചിടത്തോളം ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും എന്തു പറയുന്നോ അതിന് തല കുലുക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ല. കാരണം നിങ്ങൾ വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം എന്ന് RJD പറഞ്ഞാൽ കഴിഞ്ഞു, കോൺഗ്രസിൻ്റെ കഥ കഴിഞ്ഞു. ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് അവിടെ ജയിക്കാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസ് 5 കോടി രൂപ വാങ്ങിയിട്ട് ഒരു നിയമസഭാ സീറ്റ് വിറ്റു എന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ മെനങ്ങാന്ന് രാത്രി ഡൽഹിയിൽ പോയി ചർച്ചയ്ക്ക് ശേഷം മെനങ്ങാന്ന് രാത്രി പാറ്റ്ന വിമാനത്താവളത്തിൽ മടങ്ങിയെത്തിയ കോൺഗ്രസ് നേതാക്കളെ അവിടുത്തെ അണികൾ പഞ്ഞിക്കിട്ടു.
അതിക്രൂരമായ മർദ്ദനമാണ് രാജേഷ് റാമിനും കൃഷ്ണ അല്ലാവരുവിനും നേരിടേണ്ടി വന്നത്. അവരെ അവസാനം CISF ഇടപെട്ടാണ് സുരക്ഷിതമാക്കി ഈ അണികളെ എല്ലാം അകറ്റി മാറ്റി നിർത്തിയിട്ട് ഇവരെ സുരക്ഷിതമായി എയർപോർട്ടിന് പുറത്തെത്തിച്ച് കാറിൽ കയറ്റി വിട്ടത്. നോക്കൂ, ഈ കോൺഗ്രസ് അധികാരത്തിൻ്റെ 7 അയലത്തില്ല, കേന്ദ്രത്തിലില്ല, സംസ്ഥാനങ്ങളിലില്ല, വളരെ അപൂർവം. കർണാടക, അതുപോലെ തെലങ്കാന, അതുപോലെ ഹിമാചൽ പ്രദേശ്, ഇങ്ങനെ തുടങ്ങിയ വളരെ അപൂർവം സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഭരിക്കാനുള്ളത്. എന്നിട്ട് പോലും ആ കോൺഗ്രസ്സിന് ഇപ്പോൾ ഹരിയാനയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം, ജാർഖണ്ഡിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാം. അവിടെ സോറൻ്റെ പാർട്ടി ഉള്ളത് കൊണ്ട് കോൺഗ്രസ് ഇന്ന് അവിടെ അധികാരത്തിൽ ഇരിക്കുന്നു. BJP അവിടെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. സത്യത്തിൽ സോറൻ അവിടെ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ, സോറൻ്റെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ അവിടെയും കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നേനെ, BJP ഭരിച്ചേനെ. പിന്നെ ഈ ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികൾ തമിഴ്നാട്ടിലാകട്ടെ ബംഗാളിലാകട്ടെ ഇവിടെ ഒന്നും അവർ കോൺഗ്രസിനെ കച്ചിയിൽ തൊടിയിക്കുന്നില്ല. ബംഗാളിൽ കോൺഗ്രസ് മമതയുടെ മുഖ്യ എതിരാളിയാണ്. കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയിൽ മമത ഉണ്ടെങ്കിൽ പോലും ബംഗാളിൽ കോൺഗ്രസിനെ അടുപ്പിക്കുന്നില്ല. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ അവിടെ ഒന്നും കോൺഗ്രസിന് ഒരു വോയിസുമില്ല, കോൺഗ്രസിൻ്റെ ശബ്ദം കേൾക്കാനേ ഇല്ല. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ബീഹാറിൽ 5 കോടി രൂപ വാങ്ങി സീറ്റ് വിറ്റത് എന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഇത് നിസ്സാര കാര്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെട്ടിയിലെ അവസാനത്തെ ആണി, ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ബീഹാറിൽ കനത്ത തിരിച്ചടി കോൺഗ്രസിനുണ്ടായാൽ അത് കേരളത്തിലും ആസാമിലും ശക്തമായി പ്രതിഫലിക്കുമെന്ന് തീർച്ചയാണ്. ഈ 2 സ്ഥലത്തും 6 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഏതാണ്ട് ഏപ്രിൽ മാസത്തിൽ നിയമസഭയിലേക്ക് വോട്ടെടുപ്പ് നടക്കും. തീർച്ചയായിട്ടും ബീഹാറിലെ പരാജയം നവംബർ 14-ാം തീയതി ബീഹാറിൽ പെട്ടി പൊട്ടിച്ച് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ കോൺഗ്രസിൻ്റെ കേരളത്തിലെയും ആസാമിലെയും ഭാവി കൂടി നിർണ്ണയിക്കപ്പെടും. അതിലൊരു സംശയവുമില്ല. കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ബീഹാറിൽ കിട്ടുന്നതെങ്കിൽ കോൺഗ്രസ് ഈ 2 സംസ്ഥാനങ്ങളിലും ഭരണത്തിലെത്താം. ആസാമിൽ ഭരണത്തിലെത്താമെന്ന് കോൺഗ്രസിന് പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ അവിടെ മുഖ്യ പ്രതിപക്ഷമാണ്. കേരളത്തിലെ പോലെ തന്നെ അവിടെയും മുഖ്യ പ്രതിപക്ഷമാണ്. അവിടെ BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്നു. വേറെ അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ, ആസാം ഗണപരിഷത്ത് പോലെയുള്ള പാർട്ടികളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഏതാണ്ട് BJPക്ക് ഒപ്പമാണ്. അവരൊന്നും കോൺഗ്രസിൻ്റെ ഒപ്പം ഇല്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ മുഖ്യ പ്രതിപക്ഷമാണ്, പക്ഷേ മുസ്ലിം ലീഗിൻ്റെ തണലിലാണ് കേരളത്തിലും കോൺഗ്രസ് നിലനിൽക്കുന്നത്. ഈ മലബാർ പ്രദേശത്ത് ഏതാണ്ട് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ കോൺഗ്രസിന് അഡ്രസ്സില്ല. കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ ലീഗിൻ്റെ പിന്തുണ കൂടിയേ തീരൂ. ലീഗ് മനസ്സ് വെച്ചാൽ മാത്രമേ കോൺഗ്രസ് ജയിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ബീഹാറിൽ തിരിച്ചടി ഉണ്ടായാൽ അത് കേരളത്തിലും ആസാമിലും കനത്ത പ്രത്യാഘാതം പാർട്ടിക്ക് ഉണ്ടാക്കും എന്ന് തീർച്ചയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും കോൺഗ്രസിൻ്റെ ശോഭ കെടുത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ, രാഹുലും തേജസ്വിയും ചേർന്നാണ് അവിടെ വോട്ടർ അധികാർ യാത്രയൊക്കെ നടത്തിയത്. ആ അധികാർ യാത്ര നടത്തിയതിൻ്റെ പ്രയോജനം ഈ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമോ എന്ന സംശയം തിരഞ്ഞെടുപ്പ് നിരീക്ഷകരടക്കം ശക്തമായി പറയുന്നുണ്ട്, അവർ സംശയിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ നിലയ്ക്ക് NDA വളരെ സുരക്ഷിതമാണ്. NDA സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ അവിടെ പുരോഗമിക്കുന്നു. NDA ക്യാമ്പിൽ ആത്മവിശ്വാസമുണ്ട്. അതേസമയം ഇപ്പുറത്തെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആത്മവിശ്വാസം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് പൊതുവെ അവിടെ കാണുന്നത്. ഈ പറയുന്നത് പോലെ RJDയുടെ തണലിൽ നിൽക്കുന്ന കോൺഗ്രസ്സിന് അവിടെ ബീഹാറിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. എന്നിട്ടും ഇത്രയും ദുർബലമായിരിക്കുന്ന അവസ്ഥയിൽ പോലും അവിടെ 5 കോടി രൂപ വാങ്ങി സീറ്റ് വിറ്റു എന്ന് അവരുടെ തന്നെ അണികൾ ആക്ഷേപിക്കുന്നു.
നേതാക്കളെ കയ്യേറ്റം ചെയ്യുന്നു, നേതാക്കൾ ഓടി ഒളിക്കുന്നു. ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ നിന്ന്, അണികളുടെ മുന്നിൽ നിന്ന് നേതാക്കൾ ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് ബീഹാറിലെ കോൺഗ്രസിൽ കാണുന്നത്. എന്തായാലും പക്ഷേ ഇങ്ങനെ ഇത്രയും ഗതികേടിലാണ് കോൺഗ്രസ് നിൽക്കുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും പറയാനായിട്ട് മടിക്കുക. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലും BJPക്ക് വലിയ ഗുണം ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. സത്യത്തിൽ ഇതൊന്നും അത് മറ്റൊരു വിഷയമാണ്. ഞാനിപ്പോൾ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. കേരളത്തിലെ BJPക്ക് ഇവർ പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ തകർച്ചയോ വീഴ്ചയോ കൊണ്ടല്ല കേരളത്തിലെ BJP വളരുന്നത്. അത് സ്വാഭാവികമാണ്. ഒരു പാർട്ടി തളരുമ്പോൾ അത് മറ്റൊരു പാർട്ടിക്ക് ഗുണം ചെയ്യും. അത് തീർച്ചയായിട്ടും അത് സംഭവ്യമാണ്. അത് ലോകത്തെവിടെയും സംഭവിക്കും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തകളായിട്ട് നൽകാതിരിക്കുന്നത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. കേരളത്തിലെ മാപ്രകൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ.